സർക്കാർ ജീവനക്കാരുടെ ശമ്പളം വൈകുന്നതിൽ പ്രതിഷേധം ശക്തമാക്കി പ്രതിപക്ഷം. സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുൻപിൽ സത്യാഗ്രഹ സമരം ആരംഭിച്ചു. സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് സംഘ് പ്രതിഷേധ പ്രകടനം നടത്തി. NGOA ജില്ലാ ട്രഷറിക്ക് മുൻപിൽ ഉപരോധ സമരവും സംഘടിപ്പിച്ചു. ട്രഷറി ഗുരുതര പ്രതിസന്ധിയിൽ. സാങ്കേതിക കാരണങ്ങൾ നിരത്തിയും സർക്കാരിനുമേൽ പഴിചാരിയും ധനമന്ത്രി KN ബാലഗോപാൽ പത്രസമ്മേളനം നടത്തുമ്പോൾ സെക്രട്ടേറിയറ്റ് ജീവനക്കാർ ധനമന്ത്രിയെ തള്ളി സത്യാഗ്രഹ സമരം ആരംഭിച്ചു. കേന്ദ്രത്തെയും മറ്റ് സംസ്ഥാന സർക്കാരുകളെയും കുറ്റം പറഞ്ഞുകൊണ്ടും അവരെക്കാൾ മെച്ചപ്പെട്ട ധനസ്ഥിതിയാണ് എന്ന് അഭിമാനം കൊണ്ടിട്ടും ഊറ്റം കൊണ്ടിട്ടൊന്നും ഒരു കാര്യവുമില്ല. സർക്കാർ ജീവനക്കാരന് ശമ്പളം കിട്ടണം. സത്യാഗ്രഹ സമരം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. പെൻഷനും മുടങ്ങുന്ന ഏറ്റവും ഗതികെട്ടൊരവസ്ഥയിലേക്ക് സംസ്ഥാനം കൂപ്പുകുത്തും. അതുകൊണ്ട് വരുമാനം വർദ്ധിപ്പിക്കണം, ചെലവ് ചുരുക്കണം, അഴിമതി അവസാനിപ്പിക്കണം, ധൂർത്ത് അവസാനിപ്പിക്കണം, അനാവശ്യമായ ചെലവുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തണം എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ ഞങ്ങളെ പരിഹസിക്കുകയാണ് സംസ്ഥാന ഭരണകൂടം ചെയ്തത് എന്ന് ഞാൻ ഇന്ന് ഓർക്കുന്നു. ഇതിനിടെ ചില ജീവനക്കാർക്ക് ശമ്പളം ലഭിച്ചതായി അറിയിപ്പ് വന്നെങ്കിലും സെക്രട്ടേറിയറ്റിലെ മുഴുവൻ ജീവനക്കാർക്കും അക്കൗണ്ടിൽ പൂർണ്ണമായി ശമ്പളം എത്തുന്നതുവരെ സമരം തുടരാനാണ് ആക്ഷൻ കൗൺസിലിന്റെ തീരുമാനം. സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് സംഘ് സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. NGO അസോസിയേഷൻ ജില്ലാ ട്രഷറിക്ക് മുന്നിൽ ഉപരോധം തീർത്തു. ശമ്പളം വൈകുന്നതിലും ശമ്പളത്തിന്മേലുള്ള നിയന്ത്രണത്തിലും സർക്കാർ ജീവനക്കാരുടെ വലിയ പ്രതിഷേധമാണ് ഇരമ്പുന്നത്. ജനം, തിരുവനന്തപുരം.